പിന്നെ നിന്റെ ബയോഡാറ്റ 10 മിനിറ്റ് കൊണ്ട് തരാം. നിന്റെ ബയോഡാറ്റ ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതാണ്. ഇവർക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് ബയോഡാറ്റ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരാണ്, ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ആരാണ് ചേർത്തി കൊടുക്കുന്നത്? ഒന്നാം ഘട്ടം. ഈ കമ്പനിയെ തേടി എന്നൊക്കെ തന്നെയാണ്. ഹൈറിച്ച് എന്ന കമ്പനിയെ കുറിച്ച് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ബിസിനസ്സിൽ വന്ന ഒരാൾക്കാർക്കും ഇന്ന് വരെ ഒരു പാനിക് ബുദ്ധിമുട്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനും HROTT എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രൊജക്റ്റ് ഒക്കെ വന്ന ഒരു ഹൈറിച്ചിൽ ID ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എൻ്റെ ID നമ്പറും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നേറ്റീവ് ആൾക്കാർ വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നേറ്റീവ് ടീം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊജക്റ്റുകൾ, അതായത് HROTT അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുംകാലങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു കമ്പനിയുടെ ഉയർച്ച മനസ്സിലാക്കിക്കൊണ്ട് പല കമ്പനി ആൾക്കാർ, അത് ഏത് കമ്പനി എന്ന് ഞാൻ പറയുന്നില്ല, ഓരോ കമ്പനി ആൾക്കാർ ഈ കമ്പനി വളർന്നു വന്നാൽ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, XMLAയും നമ്മളെ റിട്ടയർഡ് പോലീസുകാരന് കാര്യങ്ങൾ കേസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ കേസ് കൊടുത്ത് ചെയ്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്, നിരന്തരമായി സോഷ്യൽ മീഡിയ, യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന പേജുകളിൽ നിരന്തരം 3-4 വീഡിയോകൾ കുത്തി നിറച്ചുകൊണ്ട് ചില യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നു, ഇവരുടെ കമ്പനിയെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. ഈ നെഗറ്റീവ് ഗ്രൂപ്പിൽ പറയുന്ന ആൾക്കാർ പറയുന്ന അറിവ് മാത്രമേ ഹൈറിച്ചിലുള്ള ബാക്കി ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ. അത് ഹൈറിച്ചിൻ്റെ ഒരു അപാകതയാണ്. കാരണം അപ്ഡേഷൻ കൊടുക്കുക എന്നുള്ളത് കമ്പനി ചെയ്യേണ്ടതാണ്. അപ്ഡേഷൻ കൊടുക്കാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകളും പല ആൾക്കാർക്കും ഉണ്ട്. അതായത് താഴേക്കിടയിലെ ആൾക്കാർ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കാണ്ടാണ് പല ആൾക്കാരും വന്നിരിക്കുന്നത്. 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടും എന്നുള്ള ധാരണയിൽ വന്ന പല ആൾക്കാരുമാണ്. അവർക്ക് മറ്റ് കമ്പനി എവിടെയാണ്, MD ആരാണ്, പിന്നെ CEO ആരാണെന്ന് അവർ അറിയാണ്ടാണ് പല ആൾക്കാരും ഇതിലേക്ക് ജോലി. അവർക്ക് ചില ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിരിക്കും ഇത് പറഞ്ഞാൽ അങ്ങനെ വന്ന പല ആൾക്കാരാണ്. ഇവർക്ക് അപ്ഡേഷൻ കിട്ടുന്നില്ല. ഇവർക്ക് അപ്പോൾ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ അപ്ഡേഷൻ കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ടീമും വേറെ തന്നെ കമ്പനിക്ക് എതിരായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് അവരുണ്ടാക്കിയിട്ട് അവർ ലിങ്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അയച്ചു കൊടുത്തു. ഇതിൽ ഹൈറിച്ചിലെ ഈ പറഞ്ഞ പോലെ ഒന്നും അപ്ഡേഷൻ കിട്ടാത്ത പല ആൾക്കാർ ഇതിൽ കയറിയിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് ചിലപ്പോൾ ഹൈറിച്ചിനെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ 1-2 നെഗറ്റീവ്, നിങ്ങൾ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഗ്രൂപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരെ ബാക്കി എല്ലാ രീതിയിലും ഇവരെ ശക്തമായ സംഭാഷണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടണം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പിന്നെ നിന്റെ ബയോഡാറ്റ 10 മിനിറ്റ് കൊണ്ട് തരാം. നിന്റെ ബയോഡാറ്റ ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതാണ്. ഇവർക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് ബയോഡാറ്റ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരാണ്, ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ആരാണ് ചേർത്തി കൊടുക്കുന്നത്? ഒന്നാം ഘട്ടം. ഈ കമ്പനി പിന്നെ നിന്റെ ബയോഡാറ്റ 10 മിനിറ്റ് കൊണ്ട് തന്നെയുള്ള പല ആൾക്കാരും തന്നെയാണ് ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത്. അത് MD പ്രധാൻ സാറും CEO മേഡം അറിയുന്നുണ്ടോ ഇല്ല അറിയില്ല. ഇവിടെ സംഭവിക്കുന്ന സംഭവം ഇതാണ്. ഇത്രയും ആത്മാർത്ഥമായ ഒരു കമ്പനി ഇനി ലോകത്ത് ഉണ്ടാവില്ല. അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഇത്രയും നല്ല പ്രൊജക്റ്റുകൾ, HROTT പോലത്തെ പ്രൊജക്റ്റുകൾ, ഇനി വരും കാലം ഉണ്ടാകുന്ന കമ്പനിയുടെ ഒരു പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഒരു കമ്പനിയും ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല പ്രൊജക്റ്റുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഇത് ബാക്കിയുള്ള വൻകിട എല്ലാ കമ്പനിക്കാർക്കും അറിയാം. ഈ കമ്പനിക്കാർ തന്നെ ആയിരിക്കാം ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ഹൈറിച്ചിലുള്ള ആൾക്കാരെ, നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള ഈ നെഗറ്റീവ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുകയും, ഈ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം അവരൊരു അജണ്ടയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞു 5 മാസമായിട്ട് അല്ല 6 മാസമായിട്ട് രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണത്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പിൽ ഇപ്പം ഇവർ തന്നെ ചെയ്യാണ്, ഹൈറിച്ചിലെ ആൾക്കാർ മാക്സിമം ആൾക്കാർ അതിലേക്ക് ആഡ് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാളെ പേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ കമ്പനി ശരിയല്ല, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോകണം. കേസ് കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കമ്പനി നല്ല രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. അത് മീൻസ് ഹൈറിച്ചിലുള്ള ഓരോ വ്യക്തികൾക്കും പൈസ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അത്രയും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺ ഷോപ്പ്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്കാരും പറഞ്ഞതെന്ന് അറിവല്ല, എൻ്റെ പേഴ്സണൽ അറിവാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് ഈ ഇപ്പോഴും കണ്ടില്ലേ അപ്പീലുമായിട്ട് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് തന്നെയാലും കമ്പനി തിരിച്ചു വരും, പൂർണ്ണമായിട്ട് തിരിച്ചു വരും കമ്പനി. അപ്പോൾ ഇവന്മാർ ഈ നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ടീമിന് എന്താ ചെയ്യേണ്ടത്, മാക്സിമം കേസ് കൊടുപ്പിക്കണം. അവരെന്നെ പറയുന്നുണ്ട്, അവരെന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് വായിലുണ്ട് ഉരുട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല ഇത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാൽ മതി,
പിന്നെ എന്തിനാണ് ഹൈറിച്ചിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ ലീഡേഴ്സ് കിട്ടുന്ന മാക്സിമം അറിവുകൾ, അപ്ഡേഷൻ കാര്യങ്ങൾ താഴേക്കിടയിൽ ആൾക്കാരെ വിളിച്ച് പറയുകയോ ഇല്ലെങ്കിൽ അവർ അപ്ഡേഷൻ വിളിച്ച ഫോൺ എടുക്കുക, അറ്റ്ലീസ്റ്റ് ഫോൺ എടുക്കുക, അവർക്കുള്ള അപ്ഡേഷൻ കൊടുക്കുക, അത് ചെയ്യാം. ഹൈറിച്ച് 100% 100% തിരിച്ചു വരുമെന്നൊരു വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ. അതിനെ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. നെഗറ്റീവ് ഗ്രൂപ്പിൽ കയറിയിട്ട് ആൾക്കാർ പാനിക്കാവാണ്ട് പോവുക. വരും കാലങ്ങളിൽ കമ്പനി 100% വിജയിച്ച് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്ക്. നമസ്കാരം.